സുഹൃത്തുക്കളെ, ചരിത്രവും കലയും പ്രകൃതിയും ഒത്തുചേരുന്നൊരു വിസ്മയത്തിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ ഇന്നത്തെ സംഭാജി നഗറിൽ സ്ഥിതി ചെയ്യുന്ന അജന്ത ഗുഹകൾ. വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇത്, മറിച്ച് 2000 വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യന്റെ അസാമാന്യമായ കഴിവിന്റെ സാക്ഷ്യപത്രമാണ്. പാറക്കൂട്ടങ്ങളെ ശില്പങ്ങളാക്കി മാറ്റിയ, പ്രകൃതിദത്ത നിറങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത അജന്തയുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്നിച്ചിറങ്ങിച്ചെല്ലാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഔറംഗാബാദ് നഗരത്തിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് അജന്ത. നിങ്ങൾക്ക് സ്വന്തം വാഹനത്തിലോ ടാക്സിയിലോ വരാമെങ്കിലും ഇവിടത്തെ ലോക്കൽ ബസ് യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് ബസ്സുകൾ അഥവാ MSRTC കൃത്യമായ ഇടവേളകളിൽ അജന്തയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പച്ചപ്പും കുന്നിൻ ചെരിവുകളും നിറഞ്ഞ പാതയിലൂടെയുള്ള ആ യാത്ര ഏതാണ്ട് 3 മണിക്കൂർ നീളുന്നതാണ്. യാത്രയ്ക്കിടയിൽ റോഡരികിലെ ചെറിയ കടകളിൽ നിന്ന് മഹാരാഷ്ട്രയുടെ തനതായ ലഘുഭക്ഷണങ്ങളും ചായയും ആസ്വദിക്കാൻ മറക്കരുത്. അജന്ത ഗുഹകളുടെ പ്രധാന എൻട്രൻസിലെത്തുമ്പോൾ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ മാറ്റേണ്ടതുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത ശേഷം സർക്കാർ ഒരുക്കിയിട്ടുള്ള സ്പെഷ്യൽ ഷട്ടിൽ ബസ്സുകളിൽ വേണം ഗുഹകളുടെ അടുത്തേക്ക് പോകാൻ. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇലക്ട്രിക് ബസ്സുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ബസ് യാത്രയിൽ തന്നെ ദൂരെയായി കുന്നുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഗുഹകളുടെ ഒരു നേരിയ കാഴ്ച നമുക്ക് ലഭിച്ചു തുടങ്ങും. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്നാൽ നമ്മൾ ആ അദ്ഭുത കവാടത്തിലെത്തും. വാഘോര നദി ഒഴുകുന്ന കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ഒരു വലിയ കുന്നിൻ നിരയിലാണ് ഈ 30 ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. AD 6-ാം നൂറ്റാണ്ടിനു ശേഷം വിസ്മൃതിയിലാണ്ടുപോയ ഈ പ്രദേശം നൂറ്റാണ്ടുകളോളം കാടിനാൽ മൂടപ്പെട്ട നിലയിലായിരുന്നു. എന്നാൽ 1819-ൽ ജോൺ സ്മിത്ത് എന്ന ബ്രിട്ടീഷ് സൈനികൻ കടുവയെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോഴാണ് യാദൃശ്ചികമായി ഈ ഗുഹകൾ കണ്ടെത്തുന്നത്. 10-ാം നമ്പർ ഗുഹയുടെ മുകളിൽ ഇന്നും അദ്ദേഹത്തിന്റെ പേര് കൊത്തിവച്ചിരിക്കുന്നത് കാണാം. ആ കണ്ടെത്തൽ ലോകത്തിന് നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധികളിൽ ഒന്നാണ്. അജന്തയിലെ ഗുഹകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം: ചൈത്യങ്ങളും വിഹാരങ്ങളും, അതായത് സന്യാസിമാരുടെ താമസസ്ഥലങ്ങളും. ഇതിൽ 1, 2, 16, 17 എന്നീ ഗുഹകളിലെ ചിത്രങ്ങൾ അത്യപൂർവമാണ്. ഫ്രെസ്കോ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. കല്ലും ചാണകവും വൈക്കോലും ചേർത്തുണ്ടാക്കിയ മിശ്രിതം ഭിത്തിയിൽ പൂശി അത് ഉണങ്ങുന്നതിനു മുൻപ് പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന രീതിയാണിത്. ഗുഹ 26-ലെ പരിനിർവാണ ബുദ്ധന്റെ വലിയ ശില്പം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഓരോ ഗുഹയുടെയും തൂണുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങൾ അക്കാലത്തെ വസ്ത്രധാരണത്തെയും സംസ്കാരത്തെയും നമുക്ക് കാണിച്ചു തരുന്നു. ഇരുട്ടറകൾക്കുള്ളിൽ ഇത്രയും കൃത്യതയോടെ എങ്ങനെ ഇതെല്ലാം നിർമ്മിച്ചു എന്നത് ഇന്നും ഗവേഷകരെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അജന്ത സന്ദർശിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഗുഹയ്ക്കുള്ളിൽ ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല, കാരണം അത് പുരാതനമായ ചിത്രങ്ങളെ ദോഷകരമായി ബാധിക്കും. നല്ലവണ്ണം നടക്കേണ്ടിവരും എന്നതിനാൽ സുഖകരമായ ചെരിപ്പുകളും കുടിവെള്ളവും കരുതുക. എല്ലാ തിങ്കളാഴ്ചകളിലും അജന്തയ്ക്ക് അവധിയായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സന്ദർശന സമയം. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറുനിൽക്കുന്ന അജന്തയിലെ ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ട്. നിങ്ങളൊരു യാത്രാപ്രേമിയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഇടമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.